സോ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് ന്യൂകാസൽ വേഴ്സസ് ബാഴ്സലോണയാണ്. ഫസ്റ്റ് ലെഗാണ് മത്സരം. അതെ, ബാഴ്സലോണ ഇന്ന് തോക്കും. ബാഴ്സലോണ ഒന്ന് ജയിക്കും. ജയിക്കുന്ന വെറുതെ പറയുന്നതാണ്. ന്യൂകാസലിന്റെ കോർട്ടിൽ പോയിട്ട് ഞങ്ങൾ ന്യൂകാസലിനെ അടിക്കും. എന്തായാലും നമുക്ക് ഇന്ന് രാത്രി കണ്ടറിയാം. 1:30 മാച്ച്. അതെ, എല്ലാരും കാണണം. എല്ലാരും കാണണം. ഇവരുടെ തോൽവി പറഞ്ഞൊന്നും സംഭവിക്കല്ല. പിന്നെ ഇവർക്ക് സിറ്റി ആയിട്ടാണ് മത്സരം. അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം, ന്യൂകാസിൽ. സോ വാട്ട് പ്രഷർ? പ്രഷർ, നത്തിങ് പ്രഷർ. സോ ഇല്ല. അറിയാലോ, എംബാപ്പയൊക്കെ ഇഞ്ചറി ആയിട്ട് പുറത്താണ്. പ്രഷർ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ആരൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ തോക്കല്ലടാ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ എംബാപ്പ ഉണ്ടാവില്ല ഇവരുടെ മത്സരത്തിൽ, ഇഞ്ചുറിയാണ്. പിന്നെ ന്യൂകാസൽ ആയിട്ട് ഞങ്ങൾ ചരിത്രം നോക്കിയാൽ 5 മത്സരങ്ങളിൽ 4 ഞങ്ങൾ ജയിച്ചാണ്. വർഷങ്ങളായിട്ടുള്ള ആരുണ്ടായിട്ടും കാര്യമല്ല. അപ്പുറത്ത് ഹാളിന്റെ കറങ്ങുണ്ട്. സോ എന്താ വെച്ചാൽ സിറ്റി കൊടുത്തോളും, പെപ്പ് കൊടുത്തോളും. പെപ്പ് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് കാലത്തത്. എന്താന്ന് പറഞ്ഞോളൂ, ഇവരുടെ സൈഡ് ഇച്ചിരി സിമ്പിൾ ആണ്. സോ ഇവർക്ക് സാധ്യത കൂടുതലാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇട്ടതല്ല, ഇവരെന്തോ കാശ് മുടക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുല്ല് വിറ്റ് കാശ് കൊണ്ട് ഇവർ ഇത്തവണ കപ്പടിക്കും എന്നാണ് ഇവൻ പറയുന്നത്. എപ്പോഴും 4 നേരം വിഴുങ്ങുന്ന പോലെ പറയുന്നുണ്ട്. പുല്ല് വിറ്റ കാശ് കൊണ്ട്. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ പുല്ല് വെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഞങ്ങളുടെ കണ്ടമാനം പൈസ ഇല്ല. റയൽ റഫറിക്ക് ഡയറക്റ്റ് പൈസ കൊടുക്കുക. അതെ അതെ, മനസ്സിലായില്ലേ? ഡയറക്റ്റ് കച്ചവടം. ഡയറക്റ്റ് UFAക്ക് പൈസ കൊടുത്തിട്ടാണ് വലിയ പരിപാടി. അതെ അതെ, നമുക്ക് അങ്ങനെ കഴിയില്ലല്ലോ. അതെ, നമ്മൾ പറഞ്ഞ കളിച്ചു നേടുന്നതാണ് കപ്പൊക്കെ. പുല്ല് വിറ്റ് റഫറിക്ക് ചോള എണ്ണി കൊടുക്കും. മാച്ച് എന്തായാലും ഞങ്ങൾ ജയിക്കാൻ പോണ മാച്ചാണ്. കാരണം ചരിത്രമാണ്. ന്യൂകാസലായിട്ടുള്ള ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ജയിച്ച ചരിത്രമേ ഉള്ളൂ. ഇന്ന് ആ ചരിത്രം മാറും. കാരണം ന്യൂകാസിൽ നിന്ന് ജയിക്കും. സിറ്റി മറ്റൊരു ചരിത്രം കുറിക്കാൻ പോവാണ്. ആ ചരിത്രം എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും വരും. ഇല്ല, കഴിഞ്ഞ ഡിസംബറിൽ വരെ സിറ്റി വരെ അടിച്ചതാണ്. ഇവര് മറന്നതാ. കാരണം മാഡ്രിഡ് ഫാൻസ് അതൊന്നും ഓർത്ത് വെക്കൂല. കാരണം എന്താ, ഒരു ജയം മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അത് മാത്രമേ കാണുന്നുള്ളൂ. ഒരു തോറ്റ പോലും കാണൂല. സ്വാഭാവികം. നാളെ ബാക്കി പറയാൻ കഴിയുന്നു. ഞാൻ വെറുതെ ഒന്നും പറയുന്നില്ല, വിട്ടുകൊടുത്തേക്ക്. പിന്നെ നെയ്മർ സ്ക്വാഡിലോട്ട് തിരിച്ചു എന്ന് എല്ലാവരും പറഞ്ഞാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗൽറ്റാസറെ ലിവർപൂൾ മത്സരത്തിൽ നമ്മളെ കീപ്പർ അലിസൺ ഉണ്ടാവില്ല. അത് മറ്റൊരു കാര്യം. ആ മാച്ചുകളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. കാരണം അതിലും വലിയ മത്സരമാണല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അത്ലറ്റിക്കോ വേഴ്സസ് സ്പേഴ്സ് ഉണ്ട്. മത്സരങ്ങളൊക്കെ ഉണ്ട്. ബട്ട് പ്രധാനപ്പെട്ട മാച്ച് ന്യൂകാസൽ വേഴ്സസ് ബാഴ്സലോണ. ആ മത്സരത്തിൽ ബാഴ്സലോണ തോക്കും. ജയിക്കുന്നത് നിങ്ങൾ